ഇന്ത്യൻ ഓഹരി വിപണിക്ക് വെല്ലുവിളികളുടെ കാലമാണ്. 2024 സെപ്റ്റംബറിലെ 26,216 എന്ന പീക്കിൽ നിന്ന് നിഫ്റ്റി 23,500 താഴ്ന്നിരിക്കുകയാണ്. 10% പ്രൈസ് കറക്ഷൻ, 20 മാസത്തെ ടൈം കറക്ഷൻ. നിക്ഷേപകർ, പ്രത്യേകിച്ച് കോവിഡ് ക്രാഷിന് ശേഷം വിപണിയിൽ വന്ന നിക്ഷേപകർ അങ്കലാപ്പിലാണ്. വെല്ലുവിളികളുടെ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടണം? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണിക്ക് അനുകൂലമല്ലാത്ത ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അത് ബോണ്ട് ഈൽഡിൽ ഉണ്ടാവുന്ന വർധനയാണ്. അമേരിക്കൻ സർക്കാരിന്റെ 10 വർഷത്തെ ബോണ്ടിൽ നിക്ഷേപിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്നത് 4.66% റിട്ടേൺ ആണ്. 30 വർഷത്തെ ബോണ്ട് ഈൽഡ് 5.18% കുതിച്ചിരിക്കുന്നു. 22 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. US ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിസ്ക് ഇല്ലാത്ത ഈ നിക്ഷേപം ഇത്രയും ഉയർന്ന റിട്ടേൺ നൽകുമ്പോൾ റിസ്ക് കൂടുതലുള്ള ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നത് പൊതുവെ കുറയും. ദിസ് ഇസ് ദി ബ്രോഡ് ലോങ് ടേം ട്രെൻഡ്. എങ്കിലും വലിയ ലാഭസാധ്യതയുള്ള ഓഹരികളിലേക്ക് നിക്ഷേപം വർദ്ധിക്കുക തന്നെ ചെയ്യും. ലോകത്തിലെ ഓഹരി വിദഗ്ധരിൽ ഒരാളായ ഏറെ ബഹുമാനിക്കപ്പെടുന്ന രുചിർ ശർമ്മ ഈയിടെ പറഞ്ഞത്, ബോണ്ട് ഈൽഡ് 5% ഉയർന്നാൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്സിലുള്ള ബബിൾ തകർക്കാൻ കാരണമായേക്കാം എന്നതാണ്. പക്ഷെ അതിന്റെ സമയം ആർക്കും പ്രവചിക്കാനാവില്ല. സോ വാച്ച് ഔട്ട് ഫോർ ദ ട്രെൻഡ്സ് ഇൻ ബോണ്ട് ഈൽഡ്സ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ചില കാലയളവിൽ അമ്പരപ്പിക്കുന്ന റിട്ടേൺ മാർക്കറ്റിൽ നിന്നുണ്ടാകും. 2000 മേയിൽ 3500 ആയിരുന്ന സെൻസെക്സ് 2007 ഡിസംബറിൽ 20,000 കുതിച്ചുയർന്ന് 6 മടങ്ങ് റിട്ടേൺ നൽകിയത് ഉദാഹരണം. 6 times റിട്ടേൺസ് ഇൻ 5 years. സമാനമായൊരു ബുൾ തരംഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഹരികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയൻ ഇൻഡെക്സ് കോസ്പി ഡെലിവേർഡ് 75% റിട്ടേൺ 2025. ഇത് തുടരുകയാണ്. 2026 ഈ വർഷം ഇതുവരെ കോസ്പിയുടെ റിട്ടേൺ 65% ഇയർ ടിൽ ഡേറ്റ് റിട്ടേൺ ഇൻ 2026. ഐ റിപ്പീറ്റ് ദിസ് പോയിന്റ്. 65% year till date return on top of the 75% return last year. പ്രധാനമായും 2 ഓഹരികളാണ് ഈ കോസ്പി ബുൾ ചാർജിനെ നയിക്കുന്നത്. സാംസങ് ആൻഡ് SK ഹൈനിക്സ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോകളിൽ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ഡേറ്റ പറയാം. ഇന്ത്യൻ വിപണിയും സെൻസെക്സും സൗത്ത് കൊറിയൻ വിപണിയുമായുള്ള ഒരു താരതമ്യം. സെൻസെക്സും കോസ്പിയും ഏകദേശം ഒരേ സമയത്താണ് നിലവിൽ വന്നത്. സെൻസെക്സ് 1979, കോസ്പി 1980. അതായത് 1979 സെൻസെക്സ് 100 ആയിരുന്നു, 1980 കോസ്പി 100 ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയോ, സെൻസെക്സ് 75,000 മുകളിൽ, കോസ്പി 7,000 മാത്രം മുകളിൽ. സെൻസെക്സ് ഹാസ് ഹ്യൂജ്ലി outperformed കോസ്പി during the last 46 years. കഴിഞ്ഞ 2 വർഷത്തെ കോസ്പിയുടെ ഔട്ട് പെർഫോമൻസിനെ നിഷ്പ്രഭമാക്കുന്നതാണ് സെൻസെക്സിന്റെ ലോങ് ടേം റിട്ടേൺസ് എന്ന കാര്യം ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് അണ്ടർ പെർഫോമൻസും ഔട്ട് പെർഫോമൻസും സ്വാഭാവികമാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക ഘടകങ്ങൾ വിപണികളെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട്. 20 മാസക്കാലത്തെ ടൈം കറക്ഷൻ വലിയൊരു പ്രശ്നമായി കാണേണ്ടതില്ല. നിരവധി വർഷങ്ങൾ മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ഇല്ലാതിരുന്നിട്ടുണ്ട്. ഉദാഹരണം 1993 മുതൽ 2003 വരെ സെൻസെക്സ് വാസ് ഫ്ലാറ്റ് ഡ്യൂറിംഗ് ദിസ് 10-year പീരീഡ്. സെൻസെക്സിന്റെ കഴിഞ്ഞ 46 വർഷ കാലയളവ് എടുക്കുകയാണെങ്കിൽ 14 വർഷങ്ങളിൽ റിട്ടേൺസ് നെഗറ്റീവായിരുന്നു. 1993 മുതൽ 2003 വരെയുള്ള പുവർ റിട്ടേൺ അല്ലെങ്കിൽ നോ റിട്ടേൺ കാലയളവിൽ ക്ഷമയോടെ നിക്ഷേപം നിലനിർത്തിയവർക്കും നിക്ഷേപം നടത്തിയവർക്കുമാണ് 2003 മുതൽ 2007 വരെ ഉണ്ടായ കാലയളവിലെ 6 മടങ്ങ് കുതിപ്പിന്റെ നേട്ടം കൊയ്യാനായത്. പിന്നീടുണ്ടായ വളർച്ചയുടെ നേട്ടവും കൊയ്യാനായത്. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ പരീക്ഷിക്കുന്ന കാലമാണിത്. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായി പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ക്രൂഡ് ഓയിൽ വില $110 മുകളിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഈ ഊർജ പ്രതിസന്ധി ഈ വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക്
വെല്ലുവിളിയാണ്. സാമ്പത്തിക വളർച്ച കുറയും, approximately to 6%. Inflation വർദ്ധിക്കും, approximately to 5.6%. These are testing times. But learn from history and remain invested and continue to invest systematically. Patience will be rewarded. Best wishes.